കരയുന്നവരോടുകൂടി കരയുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 46 വരെ. ധ്യാനത്തിനായിട്ട് 34-35 വാക്യങ്ങൾ. അവനെ വച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. കരയുന്നവരോടുകൂടി കരയുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം കരയുകയോ? ചിലർ ചോദിച്ചേക്കാം. ദൈവത്തെ നിർഗുണ ബ്രഹ്മമായി സങ്കല്പിക്കുന്നവർക്ക് ദൈവം സന്തോഷിക്കുമെന്നോ ദുഃഖിക്കുമെന്നോ പറയുന്നത് ദുർഗ്രഹമായിരിക്കും. ദൈവം ഒരു ശക്തിയാണെന്ന് അവർ സമ്മതിച്ചേക്കാം. എന്നാൽ ദൈവത്തെ വ്യക്തിയായി സങ്കല്പിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. ദൈവം സൽഗുണപൂർണനാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മിൽ അധികമം ആളുകളും. മനുഷ്യരിൽ ദൈവത്തിൻ്റെ സ്വഭാവം രൂഢമൂലമായിട്ടുണ്ട്. പക്ഷേ സാത്താൻ വിതയ്ക്കുന്ന മുൾച്ചെടിയുടെ വിത്ത് മുളച്ച് വളർന്ന് അവയെ ഞെരുക്കിക്കളയുന്നു. ഈ മുൾച്ചെടികൾ പിഴുതുകളഞ്ഞ് ദിവ്യ സ്വഭാവങ്ങളെ വളർത്തിയെടുക്കാൻ നാം അനുസ്യൂതം യത്നിക്കേണ്ടതാണ്. കരയുന്നവരിലൂടെ കരയുക എന്നത് ദൈവം മനുഷ്യരിൽ നട്ടിരിക്കുന്ന സ്വഭാവ വിശേഷങ്ങളിൽ ഒന്നാണ്. ദുഃഖിക്കുന്നവരായ സഹജീവികളുടെ ദുഃഖത്തിൽ അലിഞ്ഞു ചേരുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് ഈ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തിയ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൻ്റെ ആത്മമിത്രമായിരുന്ന ലാസർ മരിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ ലാസറിൻ്റെ കല്ലറയ്ക്കൽ എത്തിയ യേശുവിനെ കരയുന്ന സഹോദരിമാരുടെ കണ്ണുനീർ കണ്ടപ്പോൾ തൻ്റെ അശ്രുധാര തടഞ്ഞു നിർത്തുവാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക എന്നത് അദ്ദേഹത്തിൽ രൂഢമൂലമായിരുന്ന ദിവ്യ സ്വഭാവമായിരുന്നു എന്ന് ഈ സന്ദർഭം വ്യക്തമാക്കുന്നു. കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ട് പരിക്കുകളേറ്റ് മൃതപ്രായനായി പാതവക്കിൽ കിടന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ വഴിമാറി കടന്നുപോയവരെ പോലെയാണ് നമ്മിൽ പലരും. ഒരിക്കലും രാജാവ് വേഷപ്രച്ഛന്നനായി ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് നാട്ടിൽ കൂടി ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഒരു ചതുപ്പ് സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ കുതിരവണ്ടി ചളിയിൽ പുതഞ്ഞ് ചക്രങ്ങൾ ഇളക്കുവാൻ വയ്യാതെ കിടക്കുന്നത് കണ്ടു. രാജാവ് തിരിഞ്ഞു നിന്നു. നിസ്സഹായനായ കൃഷിക്കാരൻ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ വണ്ടിച്ചക്രം ഒന്ന് ഇളക്കുവാൻ ഒരു കൈ തന്ന് സഹായിക്കണേ എന്നയാൾ കെഞ്ചി. രാജാവ് കുതിരപ്പുറത്തിനിറങ്ങി വണ്ടിച്ചക്രം ഇളക്കി കൊടുത്തു. സന്തുഷ്ടനായ കൃഷിക്കാരൻ നന്ദി പറഞ്ഞു. എത്ര വഴിപോക്കർ അതിലെ കടന്നുപോയി. ആരും തിരിഞ്ഞു നോക്കുകയോ അയാളെ സഹായിക്കുകയോ ചെയ്തില്ല. ആരോടും അയാൾ സഹായം അഭ്യർത്ഥിച്ചുമില്ല. പിന്നെ എന്തുകൊണ്ട് ആ കുതിരപ്പുറത്ത് വന്നയാളോട് സഹായം അപേക്ഷിച്ചു എന്നല്ലേ? ആർദ്രചിത്രനായ രാജാവ് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ വിഷമത്തിൽ സഹതപിക്കുകയും സഹായിക്കുവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായി ആ മനുഷ്യന് തോന്നിയതുകൊണ്ടാണ് രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചത്. ആധ്യാത്മികതയുടെ കൊടുമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആർദ്രതയുടെ സ്രോതസ്സുകൾ മാത്രമേ മറ്റുള്ളവരുടെ കണ്ണീരിലും വേദനയിലും ലയിച്ച് ചേരുകയുള്ളൂ. ഓർക്കണമേ, നിത്യതയിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയുടെ ആരംഭമാണ് മരണം. സദൃശവാക്യം 22:9. ദയാകടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതികൾക്ക് കൊടുക്കുന്നുവല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.